സർപ്പദോഷം എന്ന് പറയുന്നത് നമ്മൾ സർപ്പത്തെ കൊന്നതുകൊണ്ടോ അതല്ലെങ്കിൽ പൂർവികമായി കിട്ടുന്നതോ ഭൂമിയിൽ ആ ഒരു സ്വാധീനം ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല. ഭൂമിയിൽ സ്വാധീനമുണ്ട്. അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് കാലങ്ങളിൽ ഈ സർപ്പങ്ങൾ വാസയോഗ്യമായിരുന്ന ആ സ്ഥലങ്ങളിൽ അത് മരിച്ചതും നഷ്ടപ്പെട്ടു പോയതുമായിട്ടുള്ള അതിൻ്റേതായ ആ ശരീരാവശിഷ്ടങ്ങളുടെയും ആ ഒരു വിഷസാന്നിധ്യം അതുകൊണ്ടുണ്ടാവുന്നതാണ് ഈ സ്കിൻ ഡിസീസസും കാര്യങ്ങളും ഒക്കെ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ല, ഞാൻ പറഞ്ഞു അതിനൊരു സയന്റിഫിക് വശം ഉണ്ട് എന്ന രീതിയിലാണ് ഞാൻ ഒരാളിൽ നിന്ന് കേട്ടിട്ടുള്ളത്. ഞാൻ പറയട്ടെ, നമ്മൾ ഇതിനകത്തൊരു ആത്മീയ വശമാണ് ഈ പറയുന്നതിൻ്റെ എല്ലാത്തിനും പിന്നെ ഒരു ആത്മീയതയാണ് ഈ പറയുന്നത്. ഈ ആത്മീയതയിലെ സത്യമാണ്. ഭൗതികതയിൽ എത്രമാത്രം ഒരു സർപ്പം നമ്മളിൽ സ്കിൻ ഡിസീസ് ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ വിഷം നമ്മളുടെ ഉള്ളിൽ കടന്നു പോയാൽ നമുക്ക് ഉപദ്രവം ഉണ്ടാവും. നേരെ മറിച്ച് ഒരിക്കലും സർപ്പം നമ്മളിൽ രോഗദുരിതങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെ പാമ്പ് നമുക്ക് രോഗദുരിതം ഉണ്ടാക്കുന്നു വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ക്യാൻസറിന് പോലും മരുന്ന് എടുക്കുന്നത് ഇതിന് വെനം ഉപയോഗിച്ചാണ്. അപ്പം നമ്മളെ രക്ഷിക്കുന്ന ഒരു ജീവിയും കൂടെയാണ് സർപ്പം. ചുമ്മാ കൊല്ലരുത് ഒരിക്കലും സർപ്പത്തെ. നമ്മൾ പേടിച്ച് ഭയന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. സർപ്പത്തെ നമ്മൾ അംഗീകരിക്കേണ്ട ഒന്നാണ്. അത് ഇന്ന് നമ്മൾ തെളിഞ്ഞു കഴിഞ്ഞു. കാര്യം നമ്മൾ മാരക രോഗത്തിന് പ്രതിവിധിയായിട്ട് പോലും ഈ സർപ്പത്തിൻ്റെ വിഷത്തെ എടുക്കുകയും നമ്മളെ രക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഈ സർപ്പം ഒരു ദേവനല്ല, അല്ലെ ദേവതയല്ല എന്ന് ആത്മീയതയിൽ വിശ്വസിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അന്നുള്ളവരത് പണ്ടേ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതിനെ ഇന്നും അത് ആരാധിക്കുന്നത്. അപ്പോൾ സർപ്പത്തെ ഒരിക്കലും തള്ളി പറയാൻ ഞാൻ ആളല്ല. അത് നമ്മളിൽ നിന്നൊക്കെ ദോഷം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ആത്മീയ തലത്തിൽ അതിന് ചില പരിവേഷങ്ങളുണ്ട്. അത് അത്തിരി വിശദീകരിക്കേണ്ട ഒരു സബ്ജക്റ്റും കൂടെ ആയതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല. എന്ന് വെച്ച് ഞാൻ ഈ പറയുന്നവരെ തള്ളി പറയുന്നില്ല. അവരുടെ കാഴ്ചപ്പാടുകൾ ശരിയാണ്. ഇതിൽ ആത്മീയതയുണ്ട്. ആ ആത്മീയത അനുസരിച്ച് ഈ പറയുന്ന ദോഷഫലങ്ങൾ വരാം. അത് ജ്യോതിഷത്തിലും പറയുന്നുണ്ട്. ജ്യോതിഷത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പലയിടത്തും സർപ്പദോഷത്തെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ അതൊന്നും ഈ പറയുന്ന സാധാരണപ്പെട്ട പാമ്പിനെ കുറിച്ചല്ല പറയുന്നത്. ആ സർപ്പം എന്ന് പറയുന്നത് വേറൊരു തലമാണ്. അതിൻ്റെ ഒരു ആത്മീയ വശമുണ്ട്. അത് വിശദമായിട്ട് പറഞ്ഞാലേ ഇത് മനസ്സിലാകും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.